എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതൊരു വിൻ്റർ ഈവനിങ് വ്ളോഗാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്, അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ്. അപ്പം വൈകുന്നേരം ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്നിങ്ങനൊരു ചിന്ത വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കോളിഫ്ലവർ ഇരിപ്പുണ്ട്. ആക്ച്വലി ഞാൻ കറി വയ്ക്കാൻ മേടിച്ച കോളിഫ്ലവറാണ്. അപ്പോൾ ഒരു ഗോബി ഫ്രൈ പോലെ എന്തെങ്കിലും ചുമ്മാ ആക്കാമെന്ന്. കാരണം തണുപ്പുണ്ട്, ചെറിയ ഇങ്ങനെ മഴച്ചാറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ആ ഒരു മഴച്ചാറ്റിൽ 2 ദിവസം മഴ ഇങ്ങനെ ചാറി വലുതായിട്ട് പെയ്തൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസമൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ദിവസങ്ങളാണ്. ഇപ്പം നല്ലതായിട്ട് തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കോളിഫ്ലവർ ക്ലീനിങ്ങും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം കോളിഫ്ലവർ അത്യാവശ്യം കുറച്ച് സമയമെടുത്ത് ക്ലീൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതിനകത്ത് പുഴുവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചായക്ക് മുന്നേ എനിക്കിങ്ങനൊരു പരിപാടി ഇന്നൊരു വ്ളോഗ് എടുക്കുന്ന കാര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇതൊന്നും എടുക്കാൻ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ സാധന സാമഗ്രികളൊക്കെ വളരെ കുറവുമായിരുന്നു. എൻ്റെ കയ്യിൽ മൈദ, കടലമാവ്, അരിപ്പൊടി ഐറ്റംസ് ഒന്നും ഇരിപ്പില്ലായിരുന്നു. കോൺഫ്ലോർ മാത്രമേ ഇരിപ്പുള്ളായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ആദ്യം അതിൻ്റെ ആ ഒരു തണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഓരോരോ പൂവായിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പം ഞാൻ ഒത്തിരി വലിയ പൂവായിട്ട് എടുക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ചെറിയ പൂക്കളായിട്ട് ഇങ്ങനെ അടർത്തിയാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ചെറിയ പൂക്കളായിട്ട് ഇങ്ങനെ അടർത്തി മാറ്റി വെക്കുക. അപ്പോൾ ഈ കോളിഫ്ലവർ എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് ഈ പുഴുക്കൾ നല്ല കാണും, ഉറപ്പാണ്, എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം അത് കുറച്ച് നേരം നമ്മൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് അടർത്തി എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അതിനകത്ത് വിനാഗിരിയും ഉപ്പും ഇട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഇതായിപ്പോവും, എന്താ പറയുന്നത്, അതങ്ങ് ചത്തിങ്ങനെ മുകളിലിങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പം നമുക്ക് അതിനെയൊക്കെ എടുത്ത് കളയാം. എന്തായാലും ഈ കോളിഫ്ലവറിനകത്ത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയില്ലേ, ചെറിയ ചെറിയ പൂക്കളായിട്ട് അടർത്തിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഒത്തിരി വലിയ പീസ് ഇപ്പോൾ കറിക്കാണേലും അല്ലെങ്കിൽ ഇതുപോലെ ഗോബി ഫ്രൈക്കാണേലും വലുതായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു ഓരോ പൂക്കളായിട്ട് എടുക്കുന്നത്. അപ്പം ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ആ വേസ്റ്റൊക്കെ അങ്ങ് കളയാം. അപ്പോൾ അതിനകത്ത് ഈ കറുപ്പ് പാട് വീണ പൂവൊന്നും ആക്ച്വലി ഞാൻ എടുത്തിട്ടില്ല. ഞാനങ്ങനെ കറുപ്പ് പാട് വീഴാത്തൊക്കെ നോക്കിയാണ് കോളിഫ്ലവർ എടുത്തത്. പക്ഷേ ഒരു ദിവസം വെച്ചപ്പോൾ തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിലിങ്ങനെ വീണു തുടങ്ങി. അപ്പോൾ ആ പൂക്കളൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു, പിന്നെ ഉപ്പും ചേർത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കുക. വെച്ച് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് കാണും, മിക്കവാറും കാണും. അതുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങിക്കിടക്കും. എന്നിട്ട് അതങ്ങ് ഊറ്റി കളഞ്ഞ് 2-3 പ്രാവശ്യം അങ്ങ് എടുത്താൽ മതി. അപ്പം ഇതിന് നമുക്കിനി ഒരു മസാല ഉണ്ടാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചൊന്ന് മാറ്റി വെക്കണം. അപ്പം ഞാനത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്ത് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ കോളിഫ്ലവർ നമ്മളിത് 15 മിനിറ്റ് വിനാഗിരി ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ടിട്ട് അത് പിന്നെ വാഷ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തെടുത്തതാണ്. എന്നിട്ടിത് വെള്ളത്തിലിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കോളിഫ്ലവർ ഇങ്ങനെ ഊറ്റി അതിൻ്റെ വെള്ളം കളയുമ്പോഴേ വേറൊരു ടേസ്റ്റ് ഉണ്ട്. ഈ കോളിഫ്ലവറിനാണേലും ബ്രോക്കലിക്കാണേലും വേറൊരു എനിക്കിഷ്ടമല്ല ആ ടേസ്റ്റ് ആക്ച്വലി. പക്ഷേ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് അത് ഊറ്റി കളയുമ്പോഴത്തേനും ആ ടേസ്റ്റ് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കോളിഫ്ലവർ എന്ത് ചെയ്താലും ആദ്യം 1 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയും. അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ അതിലങ്ങ് പോവുമായിരിക്കും. പക്ഷേ എനിക്കെന്തോ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് കോൺഫ്ലോറും പിന്നെന്താണ് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും സോയാ സോസും ചില്ലി സോസും വെള്ളം ഒഴിച്ച് കലക്കി എടുക്കണം. അപ്പം ഇവിടെയാണ് എനിക്ക് വലിയൊരു അബദ്ധം
പോയത്. കാരണം ഈ കോൺഫ്ലോർ ഞാൻ കലക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അടി പറ്റിയിരിക്കുന്നത് നേരെ ചൊവ്വേ കലങ്ങുന്നില്ലായിരുന്നു. അപ്പം ഇങ്ങനെ വെള്ളത്തിലിരുന്നു. ഞാൻ കുറച്ച് കോൺഫ്ലോർ വീണ്ടും വീണ്ടും ഇത് ചെയ്തിട്ടും ഒരു ലൂസ് കൺസിസ്റ്റൻസിലാണ് വന്നത്. കുറച്ച് ഫ്ലോപ്പ് ആയെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് മൈദ ചേർത്തിരുന്നെങ്കിൽ നല്ല കട്ടിക്ക് ബാറ്റർ കിട്ടിയേനെ. ഞാൻ മൈദ ചേർത്തില്ല, മൈദ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചേർക്കുന്നത്. സാധാരണ ഞാൻ കോൺഫ്ലോറും മൈദയും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. പക്ഷേ അതില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഇത് ചെയ്തു. ഇത് ഫ്രൈ ചെയ്യാൻ നേരം ഇതൊരു പെർഫെക്റ്റ് ഒരു കോട്ടിങ്ങിലേക്ക് വന്നില്ല. ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മസാലയൊക്കെ പിടിക്കും. അതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ ചേർക്കുമ്പം ഉറപ്പായിട്ടും മൈദയും കൂടെ ചേർത്ത് വേണം ഇത് ചെയ്യാനായിട്ട്, ഈ റെസിപ്പി ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ടേസ്റ്റ്, ആ മസാല ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി, ഇത് സോയ സോസ്, ടൊമാറ്റോ സോസ് എല്ലാം കൂടെ ഉള്ള മസാലയുടെ ടേസ്റ്റ് നല്ലതാണ്. പക്ഷേ ശകലം മൈദയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കോട്ടിങ്, നല്ലൊരു കോട്ടിങ് കിട്ടും. പിന്നെ കാണാനും അത് നല്ലൊരിത്. ഇതിപ്പം കാണാൻ ആ ഒരു കോൺഫ്ലോറിൻ്റെ കോട്ടിങ് മാത്രമേ ഉള്ളത് കൊണ്ട് ഒരു ചെറിയൊരു ഫ്ലോപ്പ് ഫീൽ നമുക്ക് തോന്നും. പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു. മൈദയും കൂടെ ചേർത്ത് ആ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഞാൻ വെക്കുമ്പോൾ ഞാൻ ഷോർട്സിൽ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി ചെയ്ത് ഇടാം. ഷോർട്സിൽ ഈ അടുത്ത പ്രാവശ്യം എനിക്കിത് അത് പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഇനി ഞാൻ ഷോർട്സിൽ ഇതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് ഞാൻ ചെയ്തിടാം. ഇത് പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി മൈദ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കി. പക്ഷെ അതൊരു ശക്കലം ഫ്ലോപ്പായിപ്പോയി. കാരണം ബാറ്ററിൽ വെള്ളം കൂടിപ്പോയി. ഞാൻ എത്ര കോൺഫ്ലോർ ഇട്ടിട്ടും വെള്ളം ഇങ്ങനെ ലൂസായിട്ട് തന്നെ ഇരുന്നു. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തത് എന്തെങ്കിലും ലൂസായിരിക്കുന്നത്. ഞാൻ ബിസ്ക്കറ്റൊന്നും ഇളക്കിയിട്ട് അത് ശരിയായില്ല. ഇങ്ങനെ ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ അങ്ങ് ഇരുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു കോൺഫ്ലോർ തന്നെ വെള്ളത്തിൽ കലക്കിയാൽ ഇങ്ങനെയാണോ എന്ന്. കാരണം ഞാൻ കോൺഫ്ലോർ തന്നെ ആദ്യമായിട്ട് കലക്കുകയാണ്. എൻ്റെ കയ്യിൽ മൈദയും അരിപ്പൊടിയും ഇരിപ്പില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോൺഫ്ലോർ തന്നെ കലക്കുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും മൈദയുടെ കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കോൺഫ്ലോർ കലക്കുന്നത്. അപ്പം ഞാനിത് നേരത്തെ ഈ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തപ്പോഴും മൈദയും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം ഇല്ലാത്തത് കൊണ്ട് ചെയ്തതാണ്. ഞാൻ ഇങ്ങനെ ആയിരിക്കും, എനിക്ക് പറ്റിയ അബദ്ധമായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയതാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പാത്രം കഴുകാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം ആ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. ആ കോൺഫ്ലോർ ഞാൻ എടുത്തത് പകുതി മുക്കാൽ മുകളിൽ ഇങ്ങനെ വെള്ളം. ഞാൻ ബിസ്ക്കിട്ടൊന്നും ഇളക്കിയിട്ട് അത് മുഴുവനായിട്ട് ഇളകി വന്നില്ല. ഞാനാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചുമില്ല. ഇങ്ങനെ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ ഇത് കട്ട പിടിച്ച് അടി കിടക്കുകയാണ്. ഞാൻ ആ ബാക്കി വന്ന ബാറ്റർ കളഞ്ഞപ്പോഴാണ് എനിക്ക് അതിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ ഒരു ചെറിയ കുഴപ്പമുണ്ടായി. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. ടേസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് മൈദയും കൂടെ ചേർത്ത് ബാറ്റർ ലൂസ് ആകല്ല, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലിരിക്കണം ബാറ്റർ. ഞാൻ കോൺഫ്ലോർ തന്നെ കലക്കുന്നുണ്ട്. മൈദയും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്ത് കലക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതാകുമ്പം ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ ഈ മാവ് നമ്മുടെ ഇതിൽ പിടിക്കത്തില്ല, കോളിഫ്ലവറിൽ പിടിക്കത്തില്ല. അപ്പോൾ ആ ഒരു കണക്കുണ്ട്, നമുക്കത് അറിയാൻ പറ്റും. കലക്കി വരുമ്പോഴത്തേനും ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരും. അപ്പം നമ്മൾ ഇങ്ങനെ മുക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ കാണാനും കാഴ്ചയ്ക്കും ഒക്കെ ഒരു ഭംഗി അതാണ്. ഇതിപ്പം കുറച്ചൊക്കെ മാവ് അവിടെ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ഇളകിപ്പോയ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ടേസ്റ്റ് നല്ലതായിരുന്നു. ഒരു സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ ടേസ്റ്റ് നല്ല. ഇത് പിന്നെ വേണമെങ്കിൽ ഒരു സോസ് പോലെയൊക്കെ ഉണ്ടാക്കി അതിനകത്തിട്ട് ഇളക്കി അതൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരു ഗാർലിക് സോസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് ഇളക്കി കഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ ഇന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാനിങ്ങനെ ആക്ച്വലി ചായ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയതിന്. ചായയുടെ കൂട്ടത്തിലല്ല, ചുമ്മാ മഴയൊക്കെ ആയപ്പം എന്തെങ്കിലും ഒരു കടി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് ഞാൻ ഉണ്ടാക്കിയതാണ്.
അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അതുകൊണ്ട് കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് വെജിറ്റബിൾ കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച കോളിഫ്ലവറാണ്. ഞാനത് മുഴുവനും എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതെന്തായാലും ഞാൻ വീഡിയോ ഇടുമെന്ന് തന്നെ വിചാരിച്ചു. കാരണം നമ്മൾ സക്സസ് ആയ വീഡിയോസ് മാത്രം കാണിച്ചാൽ പോരല്ലോ, ഈ ഫ്ലോപ്പായ വീഡിയോസും കാണുകയല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള ഫ്ലോപ്പുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടും. പിന്നെന്താണ്, ഇനി നമുക്ക് അടുത്തത് ഞാൻ എൻ്റെ അയൺ കുക്കേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും സീസൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപ്പിട്ടാണ് ഇതിപ്പോൾ ആക്ച്വലി എൻ്റെ ഓയിലൊന്നും പുതിയതല്ല ഇരിക്കുന്നത്. ഞാൻ മിക്കവാറും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന സംഭവം അയൺ പാത്രങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം ഉപയോഗിക്കാതെ കുറേ നാൾ ഇരിക്കുന്ന പാത്രത്തിലും ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഉപ്പിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എൻ്റെ ദോശക്കല്ല് ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യണം. മറ്റേതൊക്കെ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി, ഉപ്പിട്ട് അങ്ങനെ. കാരണം ദോശക്കല്ലിലാണ് കൂടുതലും ഇത് കൂടുതലും നമ്മുടെ ഫുഡ് റെസിഡ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എണ്ണയുടെ ഒരു ബിൽഡപ്പ് ഉണ്ടാകും. പ്രത്യേകിച്ച് ദോശക്കല്ലിലൊക്കെ നമ്മൾ എണ്ണ തൂത്തതിൻ്റെ ആ ഒരു കല്ലിൻ്റെ വക്കത്തൊക്കെ ആ ഒരു ഇതുണ്ടാകും. നമ്മൾ എണ്ണ സ്പ്രേ ചെയ്ത് കഴുകി കഴിഞ്ഞ എണ്ണ തൂത്ത് വെക്കുന്നതിൻ്റെയോ, അല്ലെങ്കിൽ കഴുകി മീൻസ് ഞാൻ ദോശക്കല്ല് അങ്ങനെ സോപ്പിട്ട് കഴുകാറില്ല, ഞാൻ തുടച്ച് വെക്കാറേ ഉള്ളൂ. അയൺ പാത്രങ്ങളെല്ലാം തുടച്ച് വെക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്, കഴുകാതിരിക്കുക. ഞാൻ ദോശക്കല്ല് കഴുകാറില്ല, ഇങ്ങനെ തുടച്ച് വെക്കാറേ ഉള്ളൂ. മറ്റുള്ള പാത്രങ്ങൾ ഞാൻ ഒത്തിരി സോപ്പ് ചെയ്ത് മൈൽഡായിട്ട് ഞാൻ കഴുകി പിന്നെ അത് വറ്റിച്ചിട്ട് മീൻസ് സ്റ്റൗവിൽ വെച്ച് കത്തിച്ച് അതിൻ്റെ വെള്ളമയം വറ്റിച്ചിട്ട് അതിൽ എണ്ണ തൂത്ത് വെക്കും. ദോശക്കല്ല് ഞാൻ അല്ലാതെ നന്നായിട്ട് തുടച്ചാണ് വെക്കുന്നത്. അപ്പം അതിലിങ്ങനെ ഒരു ബിൽഡപ്പ് ഉണ്ടാകും എണ്ണയുടെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മിക്കവാറും ഉള്ള ഇരുമ്പ് ദോശക്കല്ലിലൊക്കെ അങ്ങനെ വരും. ആ ഒരു ഇതൊക്കെ മാറാൻ നല്ലതാണ് ഉപ്പിട്ട് ഒരിങ്ങനെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ചൂടാക്കുക മാത്രമല്ല, അതിങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഇച്ചിരി പണിപ്പെടുന്ന ഒരു കാര്യമാണ്, ഇച്ചിരി മെനക്കേടുള്ള കാര്യമാണ്. എളുപ്പത്തിലൊന്നും അത് തീരത്തുമില്ല. പിന്നെ ചുറ്റും കുറച്ച് വൃത്തികേടാകുകയൊക്കെ ചെയ്യും, ഉപ്പൊക്കെ ചുറ്റിനും വീഴും. പിന്നെ ഞാനിപ്പോൾ 4 പാത്രങ്ങളും കൂടെ ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത് മീൻസ് ഞാൻ ഓൾറെഡി ചെയ്തു, അതിൻ്റെ വീഡിയോ ഞാനിവിടെ എടുത്തു വെച്ചു, എന്നിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അപ്പം കുറച്ചൊന്ന് വൃത്തികേടാവും, ചുറ്റും ഉപ്പൊക്കെ വീണ് അങ്ങനെയൊക്കെ കുറച്ച് കുഴപ്പം വരും, അതങ്ങ് വൃത്തിയാക്കിയാൽ മതി. പക്ഷേ ഈ അയൺ വെസൽസിന് ഇത് നല്ലതാണ്. അത് മയങ്ങാനും പിന്നെ ആ ഒരു ബിൽഡപ്പൊക്കെ പോയി ആ ബിൽഡപ്പുകളെല്ലാം ചുറ്റിനും പറ്റിയിരിക്കുന്ന ആ എണ്ണയുടെ ആ ബിൽഡപ്പൊക്കെ മാറി അതൊക്കെ ഇളകി മാറി നല്ല വൃത്തിയാകും, നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ ചെയ്തതാണ്, അത് ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഇരുമ്പ് പാത്രങ്ങളൊക്കെ ഒന്ന് സീസൺ ചെയ്തെന്ന് വെച്ചാൽ ഓൾറെഡി സീസൺ ചെയ്തതിന് മയക്കമുണ്ട്, എന്നാലും അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പം ഇത് ഓൾറെഡി കഴുകി വൃത്തിയാക്കി എണ്ണയൊക്കെ പുരട്ടി വെച്ചിരുന്ന ഒരു അയൺ പാത്രങ്ങളാണ്. ഞാനിത് മിക്കവാറും ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം. ഈ സെയിം രീതി തന്നെ ഉപയോഗിക്കാത്ത പഴകിയ അയൺ പാത്രങ്ങളിലും ചെയ്യാം. അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ കഴുകി വൃത്തിയാക്കി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഉപ്പ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരു പാക്കറ്റ് ഉപ്പ് ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഈ കാര്യം ചെയ്യുമ്പോൾ ഞാനൊരു പാക്കറ്റ് ഉപ്പ് പ്രത്യേകം വാങ്ങിച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനെ കല്ല് നന്നായിട്ട് ചൂടായിട്ട് ഇതിങ്ങനെ തൂത്ത് കൊടുക്കണം. ഈ കല്ലിൻ്റെയും നമ്മുടെ ദോശക്കല്ലിൻ്റെയും അതുപോലെ മറ്റേ ആ ഒരു ഫ്രൈങ് പാനിൻ്റെ അകത്തൊക്കെ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു തുണി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് കയ്യിലധികം ചൂട് തട്ടത്തില്ല. ഇങ്ങനെ ചൂടായിട്ടിരിക്കുമ്പം തന്നെ വേണം ഇതിട്ട് നല്ലപോലെ ഇങ്ങനെ ഉരയ്ക്കണം. അപ്പോൾ പഴയ പാത്രങ്ങളാകുമ്പോൾ ആ തുരുമ്പൊക്കെ നല്ലപോലെ പോവും. പുതിയ പാത്രങ്ങളാണെങ്കിൽ വല്ല ഫുഡ് റെസിഡ്യൂസോ അല്ലെങ്കിൽ ഓയിലിൻ്റെ ബിൽഡപ്പോ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല
വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കണം. അപ്പം ഈ നമ്മുടെ ഈ ദോശക്കല്ലിൽ ഇത് ചെയ്യുമ്പം ഈ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ പോകാൻ ഇപ്പം ദോശക്കല്ലിൻ്റെ എനിക്ക് വക്കില്ലല്ലോ, അപ്പം ഉപ്പൊക്കെ കുറേ താഴെ പോയി ഇങ്ങനത്തെ ദോശക്കല്ലിലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ കുറച്ച് ചുറ്റിനുമൊക്കെ വൃത്തികേടാകും. അത് പിന്നെ വൃത്തിയാക്കണം. അങ്ങനെ ഒരു മെസ് ഫീല് വരും. എന്നാലും പക്ഷേ കല്ല് നല്ല ക്ലീനായി നമുക്കത് എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു നല്ല വൃത്തിയായിട്ടിരിക്കും. ഞാൻ എന്നും ഉപയോഗിക്കുന്നതാണ് ഈ ദോശക്കല്ല്. അതുകൊണ്ട് ഞാൻ അത് നല്ലപോലെ അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് ഞാനൊരു 1-1.5-2 മാസം കൂടുമ്പോഴൊക്കെ ആ ദോശക്കല്ല് ഇങ്ങനെ ചെയ്യും. അപ്പം നല്ലതായിട്ട് ആ ഓയിലിൻ്റെ ബിൽഡപ്പൊക്കെ അങ്ങ് പോകും. കാരണം എന്നും നമ്മൾ അത് ഓയിൽ പുരട്ടി വെക്കുന്ന. ബാക്കിയുള്ള അയൺ പാത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യാത്തതാണ്. പക്ഷേ ഈ ദോശക്കല്ല് എന്നും രാവിലെയും രാത്രിയും ആഴ്ചയിൽ 5 ദിവസം ഉണ്ടെങ്കിൽ അത് എന്നും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ദോശക്കല്ല്. അതുകൊണ്ട് ഞാനിങ്ങനെ മിക്കവാറും ഇങ്ങനെ ഈ ഒരു പരിപാടി അത് ചെയ്യും. പിന്നെ ഇത് നല്ലതായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഉപ്പിട്ട് ഇതിങ്ങനെ കഴുകിയിട്ട് ഇത് നന്നായിട്ട് ആറിയിട്ട് വേണം ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് അങ്ങനെ വേണം. അല്ലെങ്കിൽ നന്നായിട്ട് ആറിയിട്ട് മാത്രമേ ഈ അയൺ പാത്രങ്ങൾ കഴുകാവുള്ളൂ. അപ്പം ഞാൻ ഈ കഴുകണമെന്ന് ഞാൻ കഴുകല്ലെന്നാണ് പറയുന്നത് ഈ അയൺ പാത്രങ്ങൾ. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഉപ്പിട്ട് തേച്ചിട്ട് ആ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ജസ്റ്റ് വെള്ളം ഇട്ടൊന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പോകും. എന്നിട്ട് വീണ്ടും വെള്ളമൊക്കെ വറ്റിച്ച് എണ്ണ പുരട്ടി എടുക്കണം. അപ്പം ഞാൻ അടുത്ത പാത്രം ഇതുപോലെ തന്നെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഉപ്പിട്ടിങ്ങനെ ഉരയ്ക്കുന്നുണ്ട്. അപ്പം ഈ ചുറ്റുമുള്ള ഉപ്പ് കുറച്ച് വൃത്തികേട് മീൻസ് അത് വൃത്തിയാക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതൊക്കെ മെനക്കെടാൻ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഈ ദോശക്കല്ല് പോലുള്ള ഇതിലൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി പാടാണ്. അപ്പം അങ്ങനെ മെനക്കെടാൻ തയ്യാറായിട്ടുള്ളവർ മാത്രം ഇതിനിറങ്ങി പുറപ്പെടുക. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അയൺ പാത്രങ്ങൾക്കൊക്കെ നല്ല ഒരു ഇത് കിട്ടും. അപ്പം ഞാൻ മറ്റേ നമ്മുടെ ദോശ തവി വെച്ചും കൂടെ അതിൽ ഇങ്ങനെ ഉരച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ആ ഒരു ബിൽഡപ്പൊക്കെ ഈ ഉപ്പിങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേനും അതിൽ നിന്ന് ഇളകിപ്പോവും. അടുത്ത തവയിലും ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് ചപ്പാത്തി തവയാണ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പിന്നെ തവ ഫ്രൈ, നമ്മുടെ ഫിഷൊക്കെ തവ ഫ്രൈ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഞാനിത് ചെയ്യും. അപ്പം അതും ഞാൻ ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മയങ്ങുകയും ചെയ്യും, കല്ല് മയങ്ങുകയും ചെയ്യും. അതല്ലാതെ നമുക്ക് ഇത് നല്ല വൃത്തിയാവുകയും ചെയ്യും. പിന്നെ കുറേ കല്ല് മയങ്ങാൻ ഇഷ്ടം പോലെ പരിപാടി. ഇപ്പോൾ പുതിയത് മേടിച്ചാണെങ്കിൽ പുളി ഇട്ട് തിളപ്പിക്കാം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ദോശക്കല്ലാണെങ്കിൽ സബോള തൂക്കാം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണം. പക്ഷേ ഇതൊന്നും മയങ്ങി കിട്ടാൻ ഇച്ചിരി പാടാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. മയങ്ങി കിട്ടാൻ പക്ഷെ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ആ ദോശക്കല്ല് ജസ്റ്റ് വെള്ളത്തിൽ പ്ലെയിൻ വാട്ടറിൽ ഒന്ന് ജസ്റ്റ് കഴുകി ആ ഉപ്പിൻ്റെ മയമൊക്കെ അങ്ങ് ഒന്ന് കളഞ്ഞു. കൈകൊണ്ട് തന്നെ തൂത്താണ്. ഒന്നും ഞാൻ ഹാർഡായിട്ട് ഒരു സംഭവം ഞാനിതിൽ ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് ഈ ദോശക്കല്ലിൽ ഞാൻ ഒരു സംഗതി അങ്ങനെ സോപ്പൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതുപോലെ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ എള്ളാട്ടി എണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ആ വെള്ളം വറ്റിയിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാത്തിലും ജസ്റ്റ് കഴുകിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അയൺ പാത്രങ്ങളുടെ ആ ഒരു മെയിൻറ്റനിങ്, ആ ഒരു സീസണിങ് സംഭവം കഴിയും. അപ്പം ഞാൻ ഈ 4 പാത്രവും ഞാൻ ചെയ്തു. പിന്നെ ഞാൻ കുഞ്ഞു പാത്രം ചെയ്യുന്ന പ്രത്യേകിച്ച് കാണിച്ചൊന്നുമില്ല. മറ്റേ എൻ്റെ ആ ഒരു കുഞ്ഞ് അയൺ പാത്രം. പിന്നെ ഇതില്ല എള്ളാട്ടി എണ്ണ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതാണ് എപ്പോഴും എനിക്ക് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് എല്ലാത്തിലും, എല്ലാ അയൺ പാത്രങ്ങളിലും. അപ്പം ഇതൊരു ദോശക്കല്ല്, ഞാൻ എന്നും ഉപയോഗിക്കുന്ന ദോശക്കല്ല് ഞാനൊരു 1-1.5-2 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യും. മറ്റേത് ഞാനൊരു 5-6 മാസങ്ങളിലൊക്കെ ചെയ്യത്തുള്ളൂ. കാരണം അത് സ്ഥിരം ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ നല്ല വൃത്തിയുള്ളിടത്ത് ഇങ്ങനൊരു റാക്കിൽ റാക്ക് ഇപ്പോൾ കുറേ നാളായി ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പം ഇങ്ങനെ റാക്കിലാണ് ഞാനിത് വെക്കുന്നത്. പിന്നെ എൻ്റെ ദോശക്കല്ലിനൊരു അടപ്പും കൂടെ ഉണ്ട്. അത് സ്ഥിരം ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഞാൻ ആ ദോശക്കല്ല് അടച്ചാണ് വെക്കുന്നത്. അത് അങ്ങനെ ഞാനത് അങ്ങനെ കഴുകാറും ഇല്ലല്ലോ. ഞാൻ തുടച്ചാണ് കൂടുതലും എടുക്കുന്നത്. ബാക്കി എല്ലാ പാത്രങ്ങളും ഞാൻ മൈൽഡ് സോപ്പിട്ട് കഴുകും. അങ്ങനെ ഞാൻ നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി സെറ്റാക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ
ഈ അയൺ പാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പം അതൊന്ന് മീൻസ് ദോശക്കല്ല് ഞാൻ എന്നും അത് തുടച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചങ്ങ് വെക്കും ഞാൻ അങ്ങനെ. ഈ ദോശക്കല്ല്, പ്രത്യേകിച്ച് ഈ ദോശക്കല്ല് കാസ്റ്റ് സാധാരണ അയണാണ്, ഒത്തിരി പഴക്കമുള്ള ദോശക്കല്ലാണ്. ഇപ്പോൾ ഒരു 10-30 കൊല്ലത്തിൽ കൂടുതലായിട്ടുണ്ട് ആ ദോശക്കല്ലിന്. അപ്പോൾ അത് ഞാൻ അങ്ങനെ സോപ്പിട്ട് കഴുകി അത് ഇതാക്കാറില്ല. ഞാൻ ദോശ ചുട്ടിട്ട് അത് നന്നായിട്ട് തുടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ടിഷ്യൂ ഇട്ട് നന്നായിട്ട് തുടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനൊരു അടപ്പും കൂടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇങ്ങനെ ഞാൻ അങ്ങ് അടച്ചു വെക്കും. അപ്പം അതിലൊന്നും അങ്ങനെ ഒരു അടപ്പ് ഞാൻ അതിന് വെച്ചേക്കുന്നതാണ്. അപ്പം അതിലൊന്നും ഒരു സംഗതിയും വന്ന് ഇത് പാറ്റയോ അല്ലെങ്കിൽ പല്ലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ വരത്തില്ല. അപ്പം ആ അടപ്പ് ഞാൻ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം അതങ്ങ് അടച്ചു വെക്കും. അല്ലാതെ ഞാൻ അത് കഴുകാറില്ല. ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പം ഞാൻ ജസ്റ്റ് മൈൽഡായിട്ടൊരു സോപ്പ് ഉപയോഗിച്ച് അത് കഴുകിയിട്ട് വീണ്ടും അത് കത്തിച്ച് അതിൻ്റെ വെള്ളമയമൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഓയിൽ സ്പ്രേ ചെയ്ത് വെക്കും. എനിക്ക് എപ്പോഴും ഓയിൽ ഈ നമ്മുടെ ഹെള്ളാട്ടി എണ്ണ സ്പ്രേ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലപോലെ മയങ്ങുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ബാക്കി വെളിച്ചെണ്ണ തൂത്താലൊന്നും അത്രയും ഒരു ഇത് കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ എള്ളാട്ടി എണ്ണയില്ലേ, നമ്മൾ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ തൂത്ത് വെക്കുന്നതാണ് സ്പ്രേ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഇരുമ്പ് പാത്രങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ചെയ്ത് വൃത്തിയായിട്ടങ്ങ് വെച്ചാൽ മതി. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അയൺ പാത്രങ്ങൾ സൂക്ഷിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിന് ആ ഒരു പുത്തൻ ഫീല് തന്നെ ഇരിക്കും. അല്ലാതെ അതിൻ്റെ ആ ഒരു പുത്തൻ ഫീലിൽ തന്നെ ഇരിക്കും ആ ഒരു. പക്ഷെ നമ്മൾ ആ ഒരു ബിൽഡപ്പ്, ആ സംഭവം അങ്ങനെ കളയണം. ഇങ്ങനെ കറുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് ദോശക്കല്ലിനാണ് ആ ദോശയുടെ റൗണ്ടിനും നമ്മൾ ദോശ ചുടുന്നതിൻ്റെ റൗണ്ടിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ചിലപ്പം അത് പറ്റിപ്പിടിച്ച് കറുപ്പ് നിറത്തിൽ ഇങ്ങനെ ബിൽഡപ്സ് കാണും. അത് എണ്ണയുടെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പ് പാത്രത്തിൽ ഉപയോഗിക്കുന്ന ആ എണ്ണയുടെ ആ ഒരു ഇതാണ്. അതിങ്ങനെ ഉപ്പിട്ട് ഉരച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മാറി നല്ലതാവും. ഇങ്ങനെ ഉപ്പിട്ട് തേച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.